ഇ കൊമേഴ്സ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളിലാണ്. നമുക്ക് ചില മടികളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ഡിസീസ് ആവും, ചിലപ്പോൾ അത്ര വലിയ ഒരു രോഗമൊന്നും ആയിരിക്കില്ല, പക്ഷേ അതൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് തുറന്ന് പറഞ്ഞ് അത് വാങ്ങുന്നതിനുള്ളൊരു മടി കൊണ്ട് ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് ചെയ്യുന്നൊരു പരിപാടി അത് ഓൺലൈനിൽ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളും ആ കൊണ്ടുവരുന്ന ഡെലിവറി ബോയ് അല്ലാണ്ട് ഇത് ആരും അറിയുന്നില്ല. ഡെലിവറി ബോയെ സംബന്ധിച്ച് ഇത് പാക്ക് ചെയ്തുകൊണ്ട് അവനും അറിയാൻ പോകുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആധികാരികത, ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ ഇവരെ ചൂഷണം ചെയ്യുന്നുണ്ടോ, ക്ലയൻറ്റിനെ അല്ലെങ്കിൽ കസ്റ്റമറെ ചൂഷണം ചെയ്യുന്നുണ്ടോ, അത്തരം ഒരുപാട് സംശയങ്ങളുണ്ട്. സെക്ഷൽ വെൽനെസ് എന്നുള്ള മാർക്കറ്റ് വളരെ വലിയൊരു മാർക്കറ്റാണ്. കസ്റ്റമറിൻ്റെ മലയാളത്തിൽ പറയുന്നത് ചളിപ്പനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരു മാർക്കറ്റാണ്. ധാരാളം കറുത്ത കുതിരകൾ അവിടെയുണ്ട്. ഞങ്ങളുടെ ഒരു വലിയൊരു മേജർ മാർക്കറ്റാണത്. ഞങ്ങൾ ക്ലയൻറ്റിനോട് പറയുന്നൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു നെഗറ്റീവ് റിവ്യൂ വരികയാണെങ്കിൽ അതിൻ്റെ ജെന്യൂനെസ് നമ്മൾ എപ്പോഴും അന്വേഷിക്കണം. വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം, ആയുർവേദ മരുന്നാണെങ്കിൽ അതിന് സൈഡ് എഫക്ട്സ് ഇല്ലയാണ്, പാർശ്വഫലങ്ങളില്ല. പാർശ്വഫലങ്ങളില്ലെങ്കിൽ ആ മരുന്ന് വർക്ക് ചെയ്യണമില്ല. ഒരു മരുന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും ഒരു പാർശ്വഫലം ഉണ്ടാവും. മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് ഒരു മരുന്നിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത്, അത് ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ഇതിനൊക്കെ റിയാക്ഷൻസ് ഉണ്ട്. ആസ് എ ക്ലയൻറ്റ് നമ്മളത് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ കസ്റ്റമറോട് പറയണം, ഇന്ന പ്രോബ്ലം കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നിരിക്കാനുള്ള സാധ്യത. അത് പ്രശ്നമുള്ളതാണെങ്കിൽ അവരോട് പറയുക തന്നെ ചെയ്യണം. ഇത് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങൾ ഡോക്ടറെ കാണിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയണം.